ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്രമാറ്റിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ്റെ മുന്നിൽ ജലജ ഓരോരോ കാര്യങ്ങൾ ചോദിക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശനെ കാലിമരിക്കണം, നിനക്ക് വേറൊരു പണിയില്ലേ അച്ഛൻ ഇവിടെ അമ്മ പോയതിൽ വളരെയേറെ സങ്കടപ്പെട്ടിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ അമ്മ കാണിച്ചത് വളരെയേറെ മോശമായി പോയിട്ടോ. അച്ഛനെ ഇവിടെ തനിച്ചാക്കിയിട്ട് ആ ചടങ്ങിന് പോകേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇത് കഴിഞ്ഞപ്പോഴേക്കും അവർ പോകാതിരിക്കുക എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ ജലജയെ, നീ എന്തിനാണ് എന്നെ ശല്യപ്പെടുത്താൻ വേണ്ടി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? അച്ഛൻ ഒറ്റയ്ക്കിരുന്ന് വിഷമിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ വന്നത്. അയ്യോ, നീ അങ്ങനെ ഒറ്റയ്ക്കിരുന്ന് വിഷമിക്കുന്നത് കാണുമ്പോൾ നീ ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. നിന്നെ കാണുമ്പോൾ എനിക്ക് കൂടുതൽ വിഷമം. അതുകൊണ്ട് നീ ഇങ്ങോട്ട് വരാൻ നിൽക്കേണ്ട ജലജയ, ദയവ് ചെയ്ത് എന്നെ ശല്യപ്പെടുത്താനായിട്ട് നിൽക്കരുത്. നിന്റെ കാല് പിടിച്ച് ഞാൻ പറയുകയാണെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ മുത്തശ്ശൻ ഭയങ്കര ദേഷ്യത്തോടെയാണ്. അപ്പോഴേക്കും ഈ ജലജ മനസ്സിലിങ്ങനെ ചിന്തിക്കണം, ഓ കിളവന് ഭയങ്കര ആദ്യമാണ്, എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്ന കണ്ടില്ലേ കിളവൻ എന്നിങ്ങനെ ജലജ ചിന്തിക്കുകയാണ്. അച്ഛനെന്തെങ്കിലും ആവശ്യം വേണമെങ്കിൽ എനിക്ക് ഒന്നും വേണ്ട, നീ ഒന്നിവിടെ നിന്ന് പോയി തന്നാൽ മതി, കൂടുതലൊന്നും ചോദിക്കാനായിട്ട് നിൽക്കരുത്, ഇറങ്ങിപ്പോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ജലജ വീണ്ടും അവിടെ കുണച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് മുത്തച്ഛന് കാലി വന്നിട്ട്, നീ പോകുന്നുണ്ടോ? അല്ല അച്ഛന് കുറച്ച് മോരും വെള്ളം എടുക്കട്ടെ. ഓ, എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ ചോദിച്ചോളാം, നീയേ എൻ്റെ റൂമിലേക്ക് വരാൻ നിൽക്കണ്ട, കടന്നു പോകാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ജലജയെ ആട്ടിപ്പായിച്ച് അങ്ങോട്ട് വിടുകയാണ്. മുത്തശ്ശനാണെങ്കിൽ ആകെ വെപ്രാളോ. അങ്ങനെ മുത്തശ്ശൻ നേരെ നമ്മുടെ ഈ വീഡിയോ കോൾ നോക്കുക. അപ്പോൾ വീഡിയോ കോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതെന്താ ഇയാൾ ഇത്ര നേരമായിട്ടും വീഡിയോ കോൾ വിളിക്കാത്തത് എന്ന് നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. പക്ഷേ ഇതെന്ന് ചടങ്ങ് തുടങ്ങിയില്ലേ. അപ്പോൾ ജലജ ഒന്ന് ഒളിഞ്ഞു നോക്കിയാണ്. ഓ, ഈ വയസ്സാം കാലത്ത് അച്ഛൻ ഇത് ആർക്കാണ് ഈ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ നമ്മുടെ മുത്തശ്ശിക്ക് ആ മെസ്സേജ് എടുക്കുന്നത്. മുത്തശ്ശിക്ക് ഇങ്ങനെ വോയിസ് മെസ്സേജ് അയച്ചു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി അത് കേൾക്കുന്നുമുണ്ട്. ചടങ്ങ് തുടങ്ങിയില്ലേടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി തിരിച്ച് മെസ്സേജ് എടുക്കുകയാണ്. ഇല്ല, തുടങ്ങിയില്ല എന്നിങ്ങനെ പറയുകയാണ്. മുത്തശ്ശൻ വീണ്ടും മെസ്സേജ് എടുക്കണം തുടങ്ങുമ്പോൾ അപ്പം തന്നെ എന്നെ വീഡിയോ കോൾ വിളിക്കണേ, വിളിക്കാതിരിക്കല്ലേ എന്ന് പറഞ്ഞ്. അപ്പോൾ ജലജ ഇതെല്ലാം കാണുന്നുണ്ട്. ആർക്കാ മെസ്സേജ് എടുക്കുന്നതെന്ന് നമ്മുടെ ജലജയ്ക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ജലജ ഇതെല്ലാം മനസ്സിലിങ്ങനെ കരുതിയിട്ട്, ഓ കിളവന് വല്ല അവിഹിതവും തുടങ്ങിയോ? അവിഹിതം തുടങ്ങിയാൽ എന്താ കുഴപ്പം, ഇപ്പോഴും രാജാവിൻ്റെ പ്രൗഢിയല്ലേ ഇയാൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ജലജ പോവാണ്. അപ്പോഴേക്കും മുത്തശ്ശൻ ഇങ്ങനെ പറയുകയാണ്, ഏതായാലും ഉടനെ തന്നെ വിളിക്കണേ, ചടങ്ങ് തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് നയനമോൾ ആ മാല ഇട്ട് നിൽക്കുന്നത് കാണാനായിട്ടേ വല്ലാത്ത കൊതിയാവുന്നു എന്ന് നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശി ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അനി ഒന്ന് ചോദിക്കുകയാണ്, അല്ല ഇത് ആർക്കാണ് ഈ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കേ ആർക്കും അല്ല, അത് പിന്നെ എൻ്റെ അനിയൻ്റെ കൊച്ചുമോനെ ഇതൊക്കെ കാണുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചുമ്മാ അവരെ കാണിക്കാൻ വേണ്ടി ചടങ്ങൊക്കെ തുടങ്ങിയോ എന്നൊക്കെ എന്നോട് ചോദിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ തുടങ്ങിയില്ലെന്ന് പറഞ്ഞു. തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുക്കണം അത്രേ. അപ്പോൾ അത് വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുക്കാമല്ലോ, അതിനു വേണ്ടിയാണ് ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് നിൽക്കുന്നത് ഇങ്ങനെ പറയുകയാണ്. അപ്പം ശരി ആയിക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുക. അങ്ങനെ നമ്മുടെ നന്ദു വരികയാണ്. നന്ദു ഇങ്ങനെ പലഹാരങ്ങളെല്ലാം വെച്ച് ഇങ്ങനെ നിരത്തി വെക്കുക. ആ സമയത്ത് അനിയാണെങ്കിൽ നന്ദുവിൻ്റെ മുന്നിൽ നിന്ന് കണ്ണടക്കുന്നുമില്ല, നന്ദുവിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക അനി. അപ്പോൾ നന്ദു ആണെങ്കിലും വലിയ മൈൻഡ് ചെയ്യുന്നില്ല, കാരണം നന്ദു പറഞ്ഞ ഡ്രസ്സല്ലല്ലോ അനി ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അത്ര വലിയ താല്പര്യമൊന്നും നമ്മുടെ നന്ദു ഇവിടെ കാണിക്കുന്നില്ല. അപ്പോൾ പുറകെ നിന്നിട്ട് അവന്തികയാണെങ്കിൽ അനിയേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ തോളിക്കയറി പിടിക്കുക. കാരണം അനിയെ എങ്ങനെയും വളച്ചെടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ അവന്തിക്ക് ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നത്. എന്നിട്ട് അവനെ കല്യാണം കഴിക്കണം, അതാണ് അവന്തികയുടെ മനസ്സിലെ ലക്ഷ്യം. അങ്ങനെ എന്താ അവന്തിക എന്ന് ചോദിക്കണം. അനിയേട്ടനെ ഇവിടെ നിൽക്കുകയായിരുന്നു. അനിയേട്ടാ ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചു, ഇവിടെ നിന്ന് ഇത് എന്ത് ചെയ്യാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും അനിയാണെങ്കിൽ നന്ദുവിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് നമ്മുടെ കനകം കാണുകയാണ്. കനകത്തിന് അതങ്ങോട്ട് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കനകമാണെങ്കിൽ, എടി നന്ദു, അതെ നീ നയനമോള് പോയി ഒരുങ്ങി നോക്കിയിട്ട് വന്നട്ടെ എന്ന് പറയുന്നത്. ശരിയമ്മേ, ഞാൻ നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആദർശമൊക്കെ വരിക. അപ്പോൾ ആദർശമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവന്തിക്ക് ചോദിക്കുകയാണ്, ആദർശേട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അനിയേട്ടൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സില്ലേ അതെങ്ങനെയുണ്ട്? ഞാൻ വന്നപ്പോൾ തന്നെ നിന്നോട് ചോദിക്കണമെന്ന് വിചാരിച്ചാണ്, നിൻ്റെ ഈ ഗെറ്റപ്പും സെറ്റപ്പൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ, നല്ല രസമുണ്ടല്ലോ കാണാനായിട്ട് എന്നൊക്കെ പറഞ്ഞു. കണ്ടോ അനിയേട്ടാ ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? അതെ ഞാനാ എനിക്ക് ഈ ഒരു ഗിഫ്റ്റ് പ്രസൻറ്റ് ചെയ്തതെന്ന് പറയണം. കൊള്ളാലോ അവന്തിക്ക്, ഏതായാലും നിൻ്റെ സെലക്ഷൻ അടിപൊളിയായിട്ടുണ്ട്, ഒട്ടും കുറ്റം പറയാനായിട്ട് പറ്റില്ല. ഇപ്പോഴേ ചടങ്ങിന് ഇത് ആരുടെ ചടങ്ങാണെന്ന് സംശയമോ? അനിയുടെ ചടങ്ങാണെന്ന് ഇവൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തോന്നാറുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാം. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ചിരിയും സഹിക്കാൻ പറ്റുന്നൊരവസ്ഥ. അങ്ങനെ നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ
ഈ വീഡിയോ കോൾ ഇങ്ങനെ വിളിക്കാൻ വേണ്ടി. കാരണം ഇത് എങ്ങനെയെങ്കിലും ട്രൈ ചെയ്യണമല്ലോ, കാരണം ഇനി ആ സമയത്ത് മറന്നു പോകാൻ പാടില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് നമ്മുടെ മുത്തശ്ശി നേരെ മുന്നോട്ട് നടക്കുക. അങ്ങനെ മുന്നോട്ട് നടന്ന് മുത്തശ്ശനെ വീഡിയോ കോൾ വിളിക്കുക. മുത്തശ്ശനെ വീഡിയോ കോൾ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്തായിടോ ചടങ്ങ് തുടങ്ങിയോ എന്ന് കാണിച്ചു തന്നെ നയനമോൾ. അയ്യോ ഇദ്ദേഹം ഒന്ന് പതുക്കെ പറ, ചടങ്ങ് തുടങ്ങിയിട്ടില്ലെന്നേ, ഞാനേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ. ആ സമയത്ത് വീഡിയോ കോൾ വിളിച്ചില്ലെങ്കിൽ കിട്ടിയില്ലെങ്കിലേ ഇദ്ദേഹം എന്നെ വീട്ടിൽ കയറ്റില്ലല്ലോ. ആ ശരിയാ, ഞാൻ വീട്ടിൽ കയറ്റില്ല, താനേ അവിടെ തന്നെ അങ്ങോട്ട് നിന്നാ മതി. എനിക്ക് സന്തോഷമുള്ള ഇവിടെ തന്നെ നിൽക്കാനായിട്ട്. എൻ്റെ ആദർശമോൻ്റെയും നയനമോളുടെ ഒപ്പം നിൽക്കല്ലേ, എനിക്കപ്പം അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. എന്താ ഞാനിവിടെ നിന്നോട്ടെ, ഇദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്ക് താനൊന്നും മിണ്ടാതിരിക്കടോ. വീടേ ചടങ്ങ് തുടങ്ങുമ്പോൾ തന്നെ എന്നെ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു തരണം കേട്ടോ, എന്നാൽ എനിക്ക് സമാധാനം ആവുള്ളൂ. കാണിച്ചു തരാന്നേ. പിന്നെ ഇവിടെ തുടങ്ങിയിട്ടില്ല, അപ്പം ഇവിടുത്തെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരട്ടെ. ഡെക്കറേഷനും കാര്യങ്ങളൊന്നും എനിക്ക് കാണേണ്ട ആവശ്യമില്ല, എനിക്ക് അവിടുത്തെ ചടങ്ങ് മാത്രം കണ്ടാൽ മതി. താൻ അത് കാണിച്ചെന്നാൽ മതി, അല്ലാതെ കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട. അപ്പോഴേക്കും ദാ വരുന്നു അനിയും ബാക്കിയുള്ളവരെല്ലാവരും കൂടി വരികയാണ്. മുത്തശ്ശി എന്നാ ചെയ്യും മുത്തശ്ശി? അതൊന്നുമില്ല, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അനിയൻ്റെ കൊച്ചുമോനിതെല്ലാം കാണണമെന്ന്, അതുകൊണ്ട് ഞാനിങ്ങനെ വീഡിയോ കോൾ വിളിച്ചിങ്ങനെ കാണിച്ചു കൊടുക്കായിരുന്നു, അവരൊന്ന് സന്തോഷിക്കട്ടേന്നേ എന്നൊക്കെ ഇങ്ങനെ പറയാ. അങ്ങനെ മുത്തശ്ശി അവിടെ എസ്കേപ്പ് ആവുകയാണ്. മുത്തശ്ശനാണെങ്കിൽ ഭയങ്കര ഒരു സന്തോഷം തോന്നുക. അങ്ങനെ നയനയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങുന്നുണ്ട്. അങ്ങനെ അടിപൊളിയായിട്ട് ഒരുങ്ങി ഈ പലഹാരങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെക്കുക. അങ്ങനെ നമ്മുടെ അനി വരികയാണ്, ബാക്കിയുള്ളവരെല്ലാവരും വരികയാണ്. ഈ ചടങ്ങ് നടക്കാനുള്ള ആ ഒരു സമയമാവുക. പക്ഷേ അനിയാണെങ്കിൽ നന്ദുവിൻ്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കാത്തൊരവസ്ഥയിലേക്ക് നിൽക്കുകയാണ്. ദൈവം, ഇവളോട് ഞാനിങ്ങനെ സത്യം തുറന്നു പറയും, എന്താണ് സംഭവിച്ചതെന്ന് ഇവളോട് തുറന്നു പറയണമല്ലോ, അല്ലെങ്കിൽ ഇവളുടെ പിണക്കം മാറൂല്ലല്ലോ എന്നൊക്കെ അനി വിചാരിക്കുകയാണ്. സമയം തന്നെ നമ്മുടെ മുത്തശ്ശനാണെങ്കിൽ വെപ്രാളം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം വാങ്ങി നടക്കുക. അപ്പോൾ അഭി വരിക. അപ്പോൾ അഭി വന്നിട്ട് പറയാണ്, മുത്തശ്ശ എന്ന് പറഞ്ഞുകൊണ്ട്, നീ എന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് വന്നത്? അത് പിന്നെ മുത്തശ്ശ ഒറ്റയ്ക്ക് ഇത് ബോറടിക്കുകയല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ബോറടി മാറ്റാൻ വേണ്ടി വന്നതാണ്. അയ്യോ, ബോറടി മാറ്റാൻ വേണ്ടി വന്നിരിക്കുന്നവൻ. എടാ, നിന്നെ കണ്ടു കഴിഞ്ഞെങ്കിലേ എനിക്ക് ബോറടിക്കാൻ മാത്രമല്ല, ചിലപ്പോൾ അത് കരണത്തിട്ടൊന്ന് തരാനും പോയിട്ട് എനിക്ക് തോന്നും. അതുകൊണ്ട് എൻ്റെ മുന്നിൽ നിന്ന് കടന്നു പോയിക്കോ. നവ്യ സത്യങ്ങൾ അറിഞ്ഞിട്ടും ഒന്നും സംഭവിക്കാത്ത രീതിയിൽ നിൽക്കുകയാണ്. അന്ന് വിചാരിച്ച് നീ സന്തോഷിക്കാൻ നിൽക്കണ്ട. അയ്യോ മുത്തശ്ശ, അങ്ങനെയൊന്നും ഇല്ല മുത്തശ്ശ, ദൈവഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് എൻ്റെ പൊന്നും മുത്തശ്ശ. അവൾ സത്യങ്ങളെല്ലാം അറിഞ്ഞതെല്ലാം വിശ്വസിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി മുത്തശ്ശ. എടാ, നീ കൂടുതൽ അഹങ്കരിക്കാനായിട്ട് നിൽക്കണ്ട, നീ കഥ മാറ്റി പറഞ്ഞാണ്, അത് ഞങ്ങൾക്ക് അറിയാം. പക്ഷേ എപ്പോഴെങ്കിലും ഒരിക്കലും നവ്യ സത്യങ്ങളെല്ലാം തിരിച്ചറിയും, അന്നേരം നിന്റെ കഥ കാര്യാടാ. നീ എൻ്റെ കൺമുന്ന് പൊയ്ക്കോ, ഇവിടെ ഇനി നിൽക്കാനായിട്ട് പാടില്ല. നിന്നോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോകും, അതുകൊണ്ട് നീ ഇവിടെ നിൽക്കാൻ നിൽക്കേണ്ടത്, ഇറങ്ങിപ്പോണ എന്ന് മുത്തശ്ശി ഇങ്ങനെ പറയാ. അപ്പോൾ മുത്തശ്ശിൻ്റെ ഈ വാക്കുകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അഭിയാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യുകയാണ്. ഈ സമയം തന്നെ ചടങ്ങുകളെല്ലാം തുടങ്ങാനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ കനകത്തിലാണെങ്കിൽ കനകവും ജലജയും നമ്മുടെ അനിയുടെ നോട്ടമൊക്കെ ശ്രദ്ധിക്കണം, കാരണം നന്ദുവിനെ തന്നെയാണ് ഇങ്ങനെ നോക്കുന്നതെന്ന് ഇവർക്ക് മനസ്സിലായി. അപ്പോൾ അവന്തികയും കൂടെയുണ്ട്. അപ്പോൾ അവന്തിക പറയുകയാണ്, അനിയേട്ടാ നമുക്കൊരു സെൽഫി എടുക്കാം അനിയേട്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരി ആയിക്കോട്ടെ, നമുക്ക് സെൽഫി എടുക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സെൽഫി എടുക്കുകയാണ്. അപ്പോൾ ഇനി നയനമോളെ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നയനയെ കൊണ്ടുവരണം. നയനയാണെങ്കിൽ നല്ലൊരു അടിപൊളി രാജകുമാരിയെ പോലെയാണ് ഒരുക്കി വരുന്നത്. കൊള്ളാലോ നയനമോളെ കാണാനായിട്ട്. ഏതായാലും നമ്മുടെ കുടുംബത്തിൽ മാത്രമേ ഉള്ളൂ ഓരോരോ മാസങ്ങൾ ചടങ്ങുകൾ. അപ്പോൾ കനകവും പറയാണ്, അതെ ഞങ്ങൾ 7-ാം മാസ ചടങ്ങാണ് നടത്തുന്നത്, പക്ഷേ ഇത് ഓരോ മാസ ചടങ്ങും. പിന്നെ വീട്ടിലായിരുന്നെങ്കിലേ നയനമോളുടെ ഓരോ മാസ ചടങ്ങും വീട്ടിൽ തന്നെ നടത്തിയാനായിരുന്നു. ഇപ്പം ഇതിപ്പം 3-ാം മാസ ചടങ്ങല്ലേ, ഇനി 5-ാം മാസം, പിന്നെ 7-ാം മാസം അങ്ങനെ നടത്താമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ആദർശനോടും പറയണം, ആദർശേ അതെ മുത്തശ്ശനായിട്ടുള്ള എല്ലാ പിണക്കുകളും മാറ്റിക്കോണം. വിഷു ഏതായാലും വന്നു, ഇനി അടുത്ത ഓണത്തിന് കൊച്ചിനായിട്ട് വീട്ടിലുണ്ടായിരിക്കണം. എന്താ മുത്തശ്ശി, ഞങ്ങളവിടെ ഇല്ലാത്തത് കൊണ്ട് മുത്തശ്ശിന് സങ്കടമുണ്ടോ? അത് പിന്നെ സങ്കടം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നയനമോള് നിൻ്റെ ഒപ്പം കൂടെ ഇറങ്ങി പോന്നു കഴിഞ്ഞപ്പോഴേക്കും ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതുണ്ടോയെന്ന് എനിക്കറിയില്ല, എന്നാലും നിങ്ങളുള്ളതാണല്ലോ എല്ലാവർക്കും സന്തോഷം. നീയാണ് മുത്തശ്ശൻ്റെ സങ്കടമൊക്കെ മാറ്റി കൊടുക്കേണ്ടത് എന്നൊക്കെ പറയാണ്. തീർച്ചയായിട്ടും മുത്തശ്ശി, അതിനാണ് ഞങ്ങൾ
മുൻകൈ എടുത്ത് ഇറങ്ങിയിരിക്കുന്നത്. ആ സങ്കടം ഉറപ്പായിട്ട് മാറ്റും മുത്തശ്ശി എന്നിങ്ങനെ ആദർശ് പറയുകയാണ്. അങ്ങനെ നമ്മുടെ നയനയും ആദർശും കൂടി ഒരുമിച്ചിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇനി ആ ഗിഫ്റ്റ് അങ്ങ് ഇട്ട് കൊടുത്തോ. മുത്തശ്ശിയാണെങ്കിൽ വീഡിയോ കോൾ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വീഡിയോ കോൾ വിളിക്കാൻ പറ്റുന്നില്ല നമ്മുടെ മുത്തശ്ശിക്ക്. ആകെ വെപ്രാളായിപ്പോയി. അപ്പോഴേക്കും മാല നമ്മുടെ ദേവയാനി കൊണ്ടുവരികയാണ്. ദേവയാനോട് എന്നിട്ട് അമ്മേ ഇന്ന മാല ഇട്ട് കൊടുക്കുക. അത് മോള് ദേവയാനി നീ തന്നെ ഇട്ട് കൊടുത്തോ. വേണ്ട, അമ്മ ഞാൻ മോൾക്ക് വേണ്ടി മേടിച്ചല്ലേ, അപ്പം അമ്മ തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഏതായാലും ഇട്ട് കൊടുക്കുന്നില്ല, ഞാൻ മോൾക്ക് വേണ്ടി വേറെ മാല മേടിച്ചിട്ടുണ്ട് എന്ന് പറയാം. അങ്ങനെ നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ ആ ഫോൺ അവിടെ വെച്ചിട്ട് മാല എടുത്തുകൊണ്ട് നയനമോൾക്ക് ഇടാനായിട്ട് ശ്രമിക്കുക. അപ്പോഴേക്കും ആദർശ് പറയുകയാണ്, ഇത്രയും കനമുള്ള മാല വേണ്ടായിരുന്നല്ലോ. അയ്യോടാ, ഇത്രയും കനമുള്ള മാല ഇടാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിലേ ഈ ചടങ്ങ് കഴിയുമ്പോൾ എടുത്ത് വെച്ചാൽ മതി, എപ്പോഴും ഇടണമെന്ന് പറയുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നയനയ്ക്ക് ആ ഒരു മാല ഇട്ട് കൊടുക്കുകയാണ്. എല്ലാവരും ഇട്ട് കൊടുക്കുകയാണ്. അപ്പം മുത്തശ്ശിയാണെങ്കിൽ ഈ വീഡിയോ കോൾ വിളിക്കാൻ ശ്രമിക്കുകയാണ്. ദൈവം എന്തൊക്കെ വിളിക്കാൻ പറ്റാത്തത്, ഇനി ആ സമയത്ത് വിളിക്കാൻ പറ്റില്ലെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ അദ്ദേഹം എന്നെ കൊല്ലും എന്നിങ്ങനെ പറയാണ്. അപ്പോഴേക്കും കനകം നന്ദുവിനോട്, നന്ദു ദേ ഇതൊക്കെ എന്തോരം സ്വർണ്ണങ്ങളാണ്, നമ്മൾ ഈ സ്വർണ്ണത്തിന് മുന്നിൽ ഒന്നുമല്ല, ദേ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന 2 പവൻ, ഇത് ഇട്ട് കൊടുക്കുന്നത് മോശമല്ലേ. അങ്ങനെയൊന്നും ഇല്ല അമ്മേ, അമ്മ പോയി ഇട്ട് കൊടുക്കുക. അങ്ങനെ ആ വളയാണെങ്കിൽ കനക ചമ്മലോട് കൂടി തന്നെ നമ്മുടെ നയനയുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം കനകമാണെങ്കിൽ ജാനകിയാണെങ്കിൽ നന്ദുവിനോട് പറയണം, അയ്യേ കൂടുതൽ സ്വർണ്ണം ഇട്ട് കൊടുക്കേണ്ടത് ഇവരാണ്, എന്നിട്ട് നോക്കിക്കണ്ടേ 2 പവൻ്റെ കുഞ്ഞു വളയം കൊണ്ട് അവളുടെ കയ്യിൽ ഇട്ട് കൊടുത്തിരിക്കുന്നു. എൻ്റെ പൊന്നമ്മായി ഒന്ന് പതുക്കെ പറ, ഒന്ന് മിണ്ടാതിരിക്കുക അമ്മായി എന്ന് അവന്തിക അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ആരെയും നോക്കാൻ നേരത്ത് മുത്തശ്ശി ഇങ്ങനെ വീഡിയോ കോൾ വിളിക്കാനായിട്ട് ശ്രമിക്കണം. മുത്തശ്ശി കുറേ നേരം ആയല്ലോ ഫോണിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നു, ഇതാരെയാണ് വിളിക്കുന്നത്? അത് പിന്നെ ഞാൻ എൻ്റെ അനിയൻ്റെ കൊച്ചുമോനെ വിളിക്കുന്നതാ, അവൻ ഈ ചടങ്ങുകളെല്ലാം കാണുമെന്ന് പറഞ്ഞു. ആഹാ, അങ്ങനെയാണെങ്കിൽ അവരെയും കൂടി ഇങ്ങോട്ട് വിളിക്കാറുന്നില്ലേ? അത് പിന്നെ അവർക്ക് സമയമൊന്നുമില്ല, നീ എന്തിനാ ഇവിടുത്തെ നിൽക്കുന്നത്, നീ അങ്ങോട്ട് പോയിക്കണ്ടേ, നിങ്ങളെല്ലാവരും ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. അങ്ങനെ ഒരു കണക്കിന് നമ്മുടെ മുത്തശ്ശൻ ഞാൻ വീഡിയോ കോൾ വിളിച്ചിട്ട് കിട്ടുകയാണ്. അപ്പോഴാണ് മുത്തശ്ശിക്ക് സമാധാനമായത്. അങ്ങനെ മുത്തശ്ശി വീഡിയോ കോൾ വിളിക്കുന്നത് നമ്മുടെ മുത്തശ്ശനിങ്ങനെ ആസ്വദിച്ച് ഈ നയനയൊക്കെ കാണുകയാണ്. അപ്പം നയനയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ദൈവമേ, ഞാൻ കൊടുത്ത ആ മാലയിട്ട് നയനമോളിപ്പോൾ രാജകുമാരിയെ പോലെ ഉണ്ട്, 2 പേരും തമ്മിൽ എന്ത് ചേർച്ചയാണ് എന്ന് നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുക. ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെയാണ് ആ കാര്യങ്ങളെല്ലാം കാണുന്നത്. അങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മുടെ നന്ദുവും അനിയും കൂടി ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് കനകം കാണുന്നത്. കനക അവിടെ നിന്ന് ചാടി എണീറ്റിട്ട് അനിയെ അങ്ങോട്ട് തള്ളി മാറ്റി ഇടയിൽ കയറി അങ്ങോട്ട് നിൽക്കുകയാണ്. അപ്പം ഇനി വേറെ ചടങ്ങുകളൊക്കെ ഉണ്ട്, വാ ഇങ്ങോട്ട് വന്നേ, അടുക്കളയോട്ട് പോട്ടെ, ഇനിയും ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇവരങ്ങോട്ട് പോവാണ്. അപ്പം ജലജ പറഞ്ഞു, നീ എന്തിനടിയ, നീ കുറേ നേരം ആയല്ലോടാ, വന്നപ്പോൾ മുതൽ അവളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നേ. അവളെ ദേ എൻ്റെ മുന്നിൽ കിടന്ന് കൂടുതൽ വേഷം കെട്ടം കാണിക്കാൻ നിൽക്കല്ലേ എടാ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നീ വന്നപ്പോൾ മുതൽ അവളുടെ മുഖത്ത് തന്നെയാണ് കണ്ണ്. അയ്യോ, ഈ അമ്മയ്ക്ക് എന്താ ചുമ്മാ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കല്ലേ അമ്മേ, ചുമ്മാ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുന്നു എന്നിങ്ങനെ പറയാണ്. പക്ഷെ അപ്പോഴും എനിക്ക് നന്ദുവിനെ കാണാത്തതിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. അപ്പം അങ്ങനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം, താങ്ക് യു, സീ അഗൈൻ, ബൈ.